2011 സെക്കൻഡ് ജനറേഷൻ ഷിഫ്റ്റ് വന്നു. 2018 തേർഡ് ജനറേഷൻ ഷിഫ്റ്റ് വന്നത്. 3 തവണ ഇന്ത്യൻ കാർ ഓഫ് ദി ഇയർ ആയ വണ്ടിയാണ് കേട്ടോ ഷിഫ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോണ വണ്ടി. 2020 മോഡൽ BS6 ഷിഫ്റ്റ് ആണ്. കണ്ടോ, ഫ്രണ്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഭംഗി ശരിക്കും ഈ ഒരു വണ്ടി, അത് ഏത് മോഡലാണെങ്കിലും 3 ജനറേഷൻ വണ്ടിയാണെങ്കിലും നമുക്ക് ആ ഒരു ഭംഗി ശരിക്കും ഈ ഒരു 3ാമത്തെ ജനറേഷനിൽ ഷിഫ്റ്റ് എത്തിയപ്പോഴും ആ ഒരു ഭംഗി കൈവിടാതെ തന്നെ മാരുതി സുസുക്കി അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് VXI എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇത് വലിയൊരു ബമ്പർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു റേഡിയേറ്റർ ടോപ്പ് ഗ്രില്ല്, ക്രോം ഫിനിഷ് ഒന്നുമല്ല, ബ്ലാക്ക് ഫിനിഷ് ആയിട്ടുള്ള ഒരു റേഡിയേറ്റർ ടോപ്പ് ഗ്രില്ലാണ്. പിന്നെ ഇവിടെ സുസുക്കിയുടെ ഒരു ലോഗോ കാണാം. താഴെ ലോവർ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോഗ് ലാമ്പ് കവർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫോഗ് ലാമ്പ് ഒന്നും വരുന്നില്ല. പിന്നെ ഹെഡ്ലൈറ്റിലേക്ക് വന്നാൽ ഇത് പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പുകളെന്നല്ല, ഹലോജൻ ഹെഡ് ലാമ്പുകളാണ്. പിന്നെ ഇൻഡിക്കേറ്റർ ലാമ്പ് കാണാം. DR ലാമ്പുകളൊന്നുമില്ല. അതിൻ്റെ ഫുൾ ഓപ്ഷനിൽ ZXi പ്ലസിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഹുഡ് ആണെങ്കിലും വലിയൊരു ഹുഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വൈപ്പറിൻ്റെ നോസിൽ കൗൾ ടോപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വൈപ്പേഴ്സും ആ ബ്ലാക്ക് ഫിനിഷിലേക്ക് ചെന്നത് കാരണം കൊണ്ട് ഡ്രൈവർക്കോ പാസഞ്ചർക്കോ ഒന്നും ഒരു തടസ്സമൊന്നും ഉറപ്പായിട്ടും ഉണ്ടാവുന്നില്ല. പിന്നെ വശങ്ങളിലേക്ക് വന്നാലും ഇത് വീൽ കപ്പാണ്. പിന്നെ 14 ഇഞ്ച് ടയേഴ്സാണ്. 165/80 R14 ടയർ സൈസ്. പിന്നെ ഫെൻഡർ, വലിയൊരു ഫെൻഡറിനെ കൊടുത്തിട്ടുണ്ട്. ഫെൻഡറിൽ ഇൻഡിക്കേറ്റർ ലാംപ്സ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഡോറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ സൈഡ് വ്യൂ മിറർ കാണാം. ഇത് ഓട്ടോ ഫോൾഡിംഗ് അല്ല, പക്ഷേ നമുക്ക് ഇലക്ട്രിക്കലി ഉള്ളിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൈഡ് വ്യൂ മിററാണ്. ഇതിലൊരു ഇൻഡിക്കേറ്റർ ലാമ്പ് കാണാം. പിന്നെ ഡോറിലാണെങ്കിൽ ഇവിടെ ഒരു ക്രോം ഫിനിഷ് ആയിട്ടുള്ള ഹാൻഡിലല്ല, ബോഡി കളർ ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ്. പിന്നെ താഴെ ഒരു ഡോർ മോൾഡിങ് കൊടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു സിയാൻ്റെ കമ്പനി ആക്സസറി ആണ് എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു റെയിൻ വൈസർ കൊടുത്തിട്ടുണ്ട്. അതും സിയാൻ്റെ കമ്പനി ആക്സസറി ആണ് തോന്നുന്നത്. പിന്നെ ഇവിടെ വെതർ ഷിപ്പ്, അതും ക്രോം ഫിനിഷ് ഒന്നുമല്ല, നോർമലായിട്ടുള്ള ബ്ലാക്ക് ഫിനിഷ് ആയിട്ടുള്ള ക്രോം വെതർ ഷിപ്പാണ്. റിയർ ഡോറിലേക്ക് വരികയാണെങ്കിലും ഈ ഒരു ഡോർ ഫ്രെയിമിൽ ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് ശരിക്കും ഭംഗി തോന്നുന്നുണ്ട്. അത് ഇവിടെ ഈ ഫ്രണ്ടിലാണെങ്കിലും ഈ ഒരു ഗ്ലാസ് ഫ്രെയിമിലും അത് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ റിയർ ഡോറിൽ വന്നാലും ഈ ഒരു ഡോർ ഹാൻഡിൽ ശരിക്കും ഭംഗി തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഹാൻഡിലായിട്ടോ അത് ശരിക്കും ഈ മുകളിൽ വന്നത്. അത് ബീറ്റിലാണെന്ന് തോന്നുന്നു. എനിക്ക് ഫസ്റ്റായിട്ട് വന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബീറ്റിലാണ് ഫസ്റ്റ് ഇവിടെ വന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ കാര്യമായിട്ട് അത്രയേ ഉള്ളൂ. ഇവിടെ ഒരു മോൾഡിങ്, അതും സിയാൻ്റെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ സിയാൻ്റെ ആണ്. പിന്നെ ക്വാർട്ടർ പാനൽ, ഒരു അത്യാവശ്യം ചെറിയൊരു ക്വാർട്ടർ പാനൽ. പിന്നെ ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഈ ബോഡി ലൈൻസ് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. ഈ ഫെൻഡറിൽ നിന്ന് തുടങ്ങി ഈ ഡോറിൻ്റെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിയറിലാണ് ഈ ക്വാർട്ടർ പാനലിൻ്റെ ഇവിടെ നിന്ന് തുടങ്ങി ഇത് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഒരു ക്രോസിംഗ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്.
നോർമലായിട്ട് നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്ന ആ ഒരു മോഡൽ കീ തന്നെയാണ്. ഇതിൽ ലോക്കിൻ്റെ സ്വിച്ച് കാണാം, അൺലോക്കിൻ്റെ സ്വിച്ച് കാണാം. പിന്നെ റിക്വിഡ് സെൻസേഴ്സ് ഒന്നുമില്ല. ഇവിടെ കീ ഇൻസേർട്ട് ചെയ്യാനുള്ളൊരു ഹോള് കാണാം. ഡോർ ഓപ്പൺ ചെയ്താൽ ഡോർ പാഡിൽ തുടങ്ങാം കേട്ടോ. നമുക്ക് ബ്ലാക്ക് ഫിനിഷ് ആയിട്ടുള്ള ഒരു ഡോർ പാഡാണ്. പിന്നെ ഇവിടെ ചെറിയൊരു ഫാബ്രിക് ഫിനിഷ് കാണാം. പിന്നെ ക്രോം ഫിനിഷ് ആയിട്ടുള്ളൊരു ഹാൻഡിൽ കാണാം. ലോക്ക് അൺലോക്കിൻ്റെ സ്വിച്ച് കാണാം. പിന്നെ സൈഡ് വ്യൂ മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് കാണാം. ലോക്ക് അൺലോക്കിൻ്റെ ഒരു സ്വിച്ച് കാണാം. പിന്നെ വിൻഡോ ലോക്കിൻ്റെ സ്വിച്ച് കാണാം. ഫ്രണ്ട് ഡ്രൈവർ ഡോർ മാത്രമേ ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഉള്ളൂ. പിന്നെ ബാക്കി എല്ലാ ഡോറും നോർമലാണ്. പിന്നെ ഇവിടെ ഒരു ഹാൻഡിൽ കാണാം. ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ കാണാം. ഇവിടെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ എടുത്തു വയ്ക്കാനുള്ളൊരു സ്പേസ് കാണാം. ഇവിടെ സ്പീക്കറിൻ്റെ ഒരു പോർട്ട് കാണാം. ഇത്രയാണ് കാര്യമായിട്ട് ഡോർ പേഡിലുള്ള കാര്യമുള്ളൂ. വാണിംഗ് ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഉള്ളിലെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ വണ്ടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പുഷ് ബട്ടൺ അല്ല. ഓക്കെ, സ്റ്റിയറിംഗ് തുടങ്ങാം കേട്ടോ. ഒരു ഡീ കട്ടായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. ഇതിലൊരു സ്റ്റിയറിംഗിൽ ഒരു കവർ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ ചെയ്തതാണ്. ഡീ കട്ടായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗിൽ എയർ ബാഗിൻ്റെ ഒരു വാണിംഗ് കാണാം. പിന്നെ ഒരു സുസുക്കിയുടെ ലോഗോ കാണാം. ഈ ഒരു റൗണ്ട് ഫിനിഷിൽ ഒരു ക്രോം ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മോഡ്സിൻ്റെ സ്വിച്ച് കാണാം. പിന്നെ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള സ്വിച്ചുകൾ കാണാം. ബ്ലൂടൂത്തിൻ്റെ ഒരു സ്വിച്ച് കാണാം. പിന്നെ മ്യൂട്ട് ചെയ്യാനുള്ള സ്വിച്ച് കാണാം. ഇത്രയാണ് ഇതിൽ ഉള്ളത്. പിന്നെ ഇതിൽ ഇൻഫോർടൈം സിസ്റ്റം ഒന്നും വരുന്നില്ല. ഇതിൽ സാധാരണ ബ്ലൂടൂത്ത് നോർമലായിട്ടുള്ളൊരു സ്ക്രീൻ മാത്രമേ വരുന്നുള്ളൂ. ഇതിൻ്റെ ഫുൾ ഓപ്ഷനിലൊക്കെ ZXi പ്ലസ്സിൽ ZXiയിലൊക്കെ സ്ക്രീൻ വരുന്നുണ്ട്. പിന്നെ AC വെൻറ്റുകൾ കാണാം. അതിനടുത്തൊരു ഹസാർഡ് ലൈറ്റ് കാണാം. എല്ലാത്തിൻ്റെ അടുത്ത് ഈ ഒരു ക്രോം ഫിനിഷ് ശരിക്കും റൗണ്ടായിട്ട് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അത് ഈ ഒരു ഞാൻ പറഞ്ഞു സ്റ്റിയറിംഗിലും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു 2 വെന്റിൽ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ സൈഡിൽ 2 വെന്റിലും കാണാം. ഈ സൈഡിലെ 2 വെന്റ്സ് നമുക്ക് AC വേണമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇപ്പം എന്താണ്, താഴ്വശത്തേക്ക് വരികയാണെങ്കിൽ ഓട്ടോ ആയിട്ടുള്ള AC അല്ല, നോർമലായിട്ടുള്ള മാനുവൽ ആയിട്ടുള്ള AC ആണ്. പിന്നെ അതിൻ്റെ സ്വിച്ചുകൾ കാണാം. പിന്നെ താഴത്തെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് കാണാം. പിന്നെ USB OX കേബിളിൻ്റെ ഒരു പോർട്ടും കാണാം. പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ എടുത്തു വെക്കാനുള്ള ചെറിയൊരു പോർട്ട് ഇവിടെ ഉണ്ട്. പിന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഗിയർ ലീവർ കാണാം. ഗിയർ ലീവറും ഒരു നോർമലായിട്ടുള്ള ചെറിയൊരു ഗിയർ ലീവർ, നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹാൻഡ് റെസ്റ്റ് എനിക്ക് തോന്നുന്നു കസ്റ്റമർ പുറത്തുനിന്ന് ചെയ്തതാണ്. പിന്നെ ഇവിടെ ഹാൻഡ് ബ്രേക്ക് കാണാം. ഹാൻഡ് ബ്രേക്കിൻ്റെ ടിപ്പ് ക്രോം ഫിനിഷാണ്. പിന്നെ ഈ സീറ്റും പ്രത്യേകം എടുത്ത് പറയും, ഇതും കസ്റ്റമർ ചെയ്തതാണ് കേട്ടോ. കസ്റ്റമർ പുറത്തുനിന്ന് ചെയ്ത സീറ്റ് കവറാണ്. ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വരികയാണെങ്കിൽ RPM മീറ്റർ കാണാം. പിന്നെ ഇവിടെ സ്പീഡോമീറ്റർ കാണാം. 2 അനലോഗ് ആയിട്ടുള്ള മീറ്റേഴ്സാണ്. പിന്നെ ഇവിടെ സെൻട്രലായിട്ട് നമുക്ക് ചെറിയൊരു ഡിജിറ്റൽ മീറ്റർ കാണാം. അതിൽ നമുക്ക് ടൈം കാണുന്നുണ്ട്. പിന്നെ ആവറേജ് കിലോമീറ്റർ കാണുന്നുണ്ട്. അതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ളൊരു സ്വിച്ച് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ തന്നെ ട്രിപ്പിന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു സ്വിച്ച് ഇവിടെ കാണുന്നുണ്ട്. അതിൽ പിന്നെ എന്താ കാണുന്നത്, ഫ്യൂവലിൻ്റെ കപ്പാസിറ്റി കാണുന്നുണ്ട്. പിന്നെ മുകളിലായിട്ട് വാർണിങ്സ് കാണുന്നുണ്ട് കേട്ടോ. ഹാൻഡ് ബ്രേക്കിൻ്റെ സിമ്പിൾ വാർണിങ്സ് കാണുന്നുണ്ട്. ഇത്രയാണ് ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലുള്ളത്. പിന്നെ നോർമലായിട്ട് കാണുന്ന പോലെ തന്നെ ഇവിടെ വൈപ്പേഴ്സിൻ്റെ സ്വിച്ച് കാണാം. അതുകൂടാതെ തന്നെ ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് കാണാം. അത്യാവശ്യം വലിയൊരു ഗ്ലോ ബോക്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പക്ഷെ അതിൽ ലൈറ്റോ പിന്നെ വെന്റിലേറ്ററോ ആയിട്ടല്ലോ ഒന്നല്ല. നമ്മൾ ബലാനയിൽ കണ്ടു. ബലാനയിൽ ഇതിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ലൈറ്റ് ഒന്നുമില്ല. പിന്നെ ഇവിടെ ഒരു വൈസർ കൊടുത്തിട്ടുണ്ട്. അതിൽ ലൈറ്റില്ല, ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ക്യാബിൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. LED ഒന്നുമല്ല, നോർമലായിട്ടുള്ള ലൈറ്റാണ്. ഓട്ടോ ഡിമ്മിങ് ആയിട്ടുള്ള മിറർ ഒന്നല്ല, നോർമലായിട്ടുള്ള മിററാണ്. പിന്നെ ഇവിടെ പാസഞ്ചർ സൈഡിലും ഒരു സൺവൈസർ കൊടുത്തിട്ടുണ്ട്. അതിലൊരു ലൈറ്റ് മിറർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ ലൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഫ്രണ്ട് വശത്തെ കാര്യമായിട്ടുള്ള വിശേഷങ്ങൾ കേട്ടോ. നമുക്ക് റിയർ ഡോർ തുറന്ന് ഉള്ളിലെ വിശേഷങ്ങളൊക്കെ നോക്കാം കേട്ടോ. റിയറിലും ആ സെയിം ഫ്രണ്ടിലെ പോലെ തന്നെയുള്ള ആ ഒരു ഫിനിഷിലുള്ള ഒരു ഡോർ പാഡും കാര്യങ്ങളാണ്. ഇവിടെ ക്രോം ഫിനിഷ് ആയിട്ടുള്ളൊരു ഹാൻഡിൽ കാണാം. ഇവിടെ ഒരു ചെറിയൊരു ബോട്ടിൽ ഹോൾഡർ കാണാം. ഇവിടെ സ്പീക്കർ കാണാം. പിന്നെ വിൻഡോ അപ്പ് ആൻഡ് ഡൗണിൻ്റെ സ്വിച്ച് കാണാം. ഹാൻഡിൽ കാണാം. പിന്നെ ഇത് 60/40 ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സീറ്റൊന്നും അല്ല കേട്ടോ. നോർമലായിട്ടുള്ള ബെഞ്ച് ടൈപ്പ് സീറ്റാണ്. അത്യാവശ്യം സ്പേസ് തരുന്നുണ്ട്. നല്ല സ്പേസ് ശരിക്കും തരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഹെഡ് സപ്പോർട്ടും അത്യാവശ്യം നല്ല രീതിക്ക് തരുന്നുണ്ട്. പക്ഷേ ഹെഡ് റെസ്റ്റ് ഫിക്സഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ്. മൂന്നാമതൊരാൾ ഇരുന്ന ആൾ ഹെഡ് റെസ്റ്റ് ഇല്ല. പിന്നെ അത്രയാണ്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചാർജിങ് സോക്കറ്റോ കാര്യങ്ങളോ AC വെന്റുകളോ ഒന്നുമില്ല. ഇത്രയാണ് റിയറിലും കാര്യമായിട്ടുള്ളത്. പിന്നെ 2 ഗ്രാഫ് ഹാൻഡിൽ റൂഫിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് കേട്ടോ കാര്യമായിട്ടും റിയറിലുള്ള വിശേഷങ്ങൾ.
നമുക്ക് ഡിക്കി തുറന്നാണ്ട് ഉള്ളിലെ വിശേഷങ്ങൾ നോക്കാം കേട്ടോ. ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ടുള്ള ഡിക്കി ഓപ്പണിംഗ് ആണ്. നല്ല സ്മൂത്ത് ആയിട്ട് തുറക്കുന്നുണ്ട്. ഈ ഡോർ പേഡിലായിട്ട് നമുക്കിത് താഴ്ത്താനായിട്ട് 2 ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു പാർസൽ ട്രേ കാണാം. 268 ലിറ്ററാണ് കേട്ടോ അതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. ലൈറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷേ ഇതിൽ ഹുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ജാക്കും കാര്യങ്ങളെല്ലാം വെക്കാനുള്ള ഒരു ചെറിയൊരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റീൽ ടൈപ്പ് ആയിട്ടുള്ള ഒരു സ്പെയർ വീൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവ് ഒന്ന് പോയി നോക്കാം കേട്ടോ. ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് നോക്കാം. എഞ്ചിൻ നോയ്സ് കാര്യമായിട്ട് വരുന്നില്ല. ഇപ്പോൾ പെട്രോൾ എഞ്ചിനല്ല, അധികം സൗണ്ട് ചെയ്ത് വണ്ടിക്കും കുറവല്ലേ. അപ്പോൾ എഞ്ചിൻ നോയ്സ് കാര്യമായിട്ട് വരുന്നില്ല. ചെറിയ തോതിൽ വരുന്നുണ്ടെങ്കിൽ പോലും കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ല ഒരു ഷിഫ്റ്റിൻ്റെ നമുക്ക് ആ ഒരു ഫീൽ ശരിക്കും ഈ വണ്ടി തരുന്നുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റേ പറഞ്ഞു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് ഷിഫ്റ്റ്. യെസ്, ആ ഒരു കംഫർട്ട് ശരിക്കും ഈ വണ്ടി തരുന്നുണ്ട് കേട്ടോ. 4.8 ആണ് ടേണിംഗ് റേഡിയസ് വരുന്നത് കേട്ടോ. അത്യാവശ്യം ചെറിയ സ്ഥലത്തൊക്കെ നമുക്ക് ഓടിച്ചെടുക്കാനും എല്ലാം ഈ വണ്ടി പറ്റും. ബലാനയിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റിയർ വ്യൂ മിറർ ശരിക്കും ഒരു ചെറിയ തടസ്സം ഈ വണ്ടിയിൽ സൃഷ്ടിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഹൈറ്റ് കൂടിയ ആൾക്കാരൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു വ്യൂ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഈ ഒരു വ്യൂ ശരിക്കും നല്ലൊരു തടസ്സം ചെറുതായിട്ട് സൃഷ്ടിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയൊക്കെ നോർമൽ, കുഴപ്പമില്ല. നമുക്കൊന്ന് കൊടുത്തു നോക്കാം കേട്ടോ. കയറുമ്പോൾ ചെറുതായിട്ടൊരു സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. ബ്രേക്കിംഗ് അത്യാവശ്യം കുഴപ്പമില്ല. ABS-ഉം EBD എല്ലാം ഉള്ള കാരണം നമുക്ക് ചവിട്ടുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് കാര്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ LXI വേരിയന്റിന് LXIക്ക് വരുന്നത് 6,15,000 ആണ് കേട്ടോ ഓൺ റോഡ്. പിന്നെ VXI ആണെങ്കിൽ 7,31,000 ആണ് വരുന്നത്. പിന്നെ ZXIക്ക് 8 ലക്ഷത്തോളം വരുന്നുണ്ട്. ZXI പ്ലസിന് 8,93,000 രൂപയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സ്വപ്ന വണ്ടിയാണ് കേട്ടോ ശരിക്കും ഷിഫ്റ്റ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കണം. സപ്പോർട്ട് ഉണ്ടാവണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്ക് ബൈ. ഓക്കെ.